യോറിനെ ഇപ്പം നമ്മുടെ വൺ മോർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ട നമ്മുടെ അൽസ്ലോട്ട് നമ്മൾ ഇൻ്റർലേക്കിലേക്ക് വന്നു. അല്ലാതും ഉണ്ട്. ഇതാണ് ജിൻഡർലാക്കിൻ്റെ ഗ്രൗണ്ട്. ഇവിടെയാണ് നമ്മുടെ മറ്റേ പാരാഗ്ലൈഡിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പം ആരെയും കാണുന്നില്ലല്ലോ. അതെ, റോളക്സ്, ബുച്ചർ. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. അപ്പുറത്തേക്ക് കിടന്നല്ലോ, അപ്പുറത്തേക്ക് ഇവിടെ ഫുള്ള് പാരഗ്ലൈഡിങ് കാണണം. ആൻഡ് പാരീസിലെ തന്നെ ഏറ്റവും ലക്ഷറി ഹോട്ടലാണിത്, ഗ്രാൻഡ് ഹോട്ടൽ വിക്ടോറിയ. This is one of the luxurious hotels in Switzerland. ഇവിടെ ഫുൾ പാരഗ്ലൈഡേഴ്സും ഉണ്ടാവും. ഇവിടെ ഫുള്ള് പാരഗ്ലൈഡിങ് ഉണ്ടോ? പാരഗ്ലൈഡിങ് ഇവിടെ രക്ഷയില്ല. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞത് ദി ലക്ഷറിയസ് ഹോട്ടൽ ജുങ്ഫ്രോ, വിക്ടോറിയ ജുങ്ഫ്രോ. ഇവിടെ റെൻ്റ് വെരി വെരി കോസ്റ്റ്ലി. ആൻഡ് ഇവിടെ ഇങ്ങനെ പാരാഗ്ലൈഡേഴ്സ് വന്ന് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ലാൻഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അവർ വരണത് ആ ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു. കൊള്ളാം. ഇവിടെയാണെങ്കിൽ വാച്ച് ഷോപ്പിലെ കടകളാട്ടോ കുറേ, ഇഷ്ടം പോലെ വാച്ച് ഷോപ്പിൻ്റെ. നോക്കിയാലും ഇന്ത്യൻസാണ്. ഇന്ത്യൻസിനെ കൊണ്ട് ഇവിടെ മുട്ടി നടക്കാൻ പറ്റുള്ളൂ, നമ്മളടക്കം. തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഈ യശ് ചോപ്ര പുള്ളീനെ ഇവിടെ പുള്ളീനെ ടൂറിസം അംബാസിഡറൊക്കെ ആയിട്ട് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മളതും കൂടി കാണാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഇവിടെ പിന്നെ ഫുൾ ലക്ഷറി ബ്രാൻഡ്സ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ലക്ഷറി ബൾഗാരി, ഹെർമീസ്, ബൾഗാരി, ഹെർമീസ്, കോച്ച്. നേരത്തെ കാർട്ടിയറിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോപ്പറയുടെ ഇതുള്ള. ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു. അതെന്താണ് ചോദിച്ചാൽ കാസിനോ ആണോ ശരിക്കും? നമ്മുടെ യശ് ചോപ്രയുടെ സ്റ്റാച്ചു. നമ്മുടെ ഇതിൽ മരമാരെ സാർക്ക് ഉറക്കുണ്ട്. അംബാസിഡർ ഓഫ് ഇന്റർലാക്കനാണ്. ഓക്കെ, ഗൈസ് ഇവിടെ ഒരു ക്ലോക്കാണത്. ഓ ഓക്കെ, ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു ക്ലോക്കാണ്. ഇപ്പം മണി, അതെ കറക്റ്റ് സമയം 4:50. പിന്നെ അവിടെ രണ്ട് അപ്പാപ്പന്മാരിരിക്കണ്ടല്ലോ, അതെന്താണാവോ? ഓക്കെ, ഐഡിയ. കാസിനോ ഇന്റർലാക്കൻ. ഓക്കെ, അത് ആക്ച്വലി സ്പീക്കിംഗ് ക്ലോക്കാണത്. പിന്നെ അവിടെ എന്താ അപ്പാപ്പന്മാരിരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി വേറെ എന്തോ. അതെ,
ഇത് അവിടെ നിന്ന് ഒഴുകി തന്നെ വെള്ളമായിരിക്കുമല്ലോ നമ്മുടെ അവിടെ നിന്ന്. എൻ്റെ പൊന്നെ, എൻ്റെ കളർ നോക്കി. എൻ്റെ ഇൻ്റർലേക്കിലും കൂടെ ഉലാത്തുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല. ബ്ലൂം കളർ. നമ്മളിങ്ങനെ ഇൻ്റർലേക്കിൽ ഈ ഇതിൻ്റെ തീരത്തിരുന്ന് ഇങ്ങനെ നമ്മൾ ഈവനിങ് വൈബ്സ് എൻജോയ് ചെയ്യാണ്. ഇപ്പോൾ മണി 5 മണിയായി. ഇത് നമ്മൾ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നത്. സ്നാക്സ് ഇതെന്തിൻ്റെ പേര്, എന്തോ ഒരു സാധനം. ഇങ്ങനെ നമ്മൾ ഈവനിങ് വൈബ്സ് എൻജോയ് ചെയ്യണം. മാർത്ത ഹൗസ് വൈബ്സ് പൊളിയാണോ? ആ ശരിയാ, തലൂസ പരിപാടി അല്ലേ? അതൊക്കെ അറിയാലോ ജോന്. കൊള്ളാം. ആരുടേനും. അപ്പം അവിടെ നമ്മൾ ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു മീൻസ് ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യണം. ഇവിടെ ഇൻ്റർലാക്കിൽ ബോട്ടിങ് ചെയ്യാൻ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു വന്നാൽ, പക്ഷെ അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. സോ ഞാനും ജുവാനും കൂടി ബോട്ടിങ് ചെയ്യാൻ ജുവാൻ ഇൻ്റർലാക്കൻ സ്റ്റേഷനോട് കാണിക്കാനില്ല. ഇൻ്റർലാക്കൻ ഹോയിസ്റ്റി SSB നമ്മുടെ സ്വിസ് പൊളിമൂട് അമ്പാടി എന്നൊക്കെ. അയ്യോ ബോട്ടില്ല ഇവിടെ. ബോട്ട് നിർത്തിയിട്ടൊക്കെ ഇതായിരുന്നു ഗൈസ് ഞങ്ങൾ പോകേണ്ടിരുന്ന ബോട്ട്. പക്ഷേ ഇപ്പം നടക്കില്ല എന്തായാലും. മേ ബി നെക്സ്റ്റ് ഡേ, കമ്മിങ് ഡേയ്സ് നമ്മൾ നോക്കണം. വെള്ളം നോക്കിയാൽ എന്തേ താറാവല്ലേ